ഓക്കേ, അടുത്തൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഞാൻ ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ കടയിൽ ഫീനിക്സ് ഓപ്റ്റിക്കൽ ഒരു കണ്ണാടി എടുക്കാൻ പോവാം. അപ്പോൾ ഒരു ചെറിയ വീഡിയോയും കൂടെ അവിടുന്ന് ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു. അതെൻ്റെ ഫ്രണ്ടിൻ്റെ കടയാണ്. നമുക്ക് ഒരു ഫാമിലി ഫ്രണ്ട്സ് പോലെ. അപ്പോൾ ഞാൻ അവരുടെ ഒരു വീഡിയോ കൂടെ എടുത്തിടാം. ഓക്കെ, അങ്ങനെ ഞങ്ങൾ മിനിയുടെ കടയിലോട്ട് പോകുന്നു. ഇത് മാനവിക റോഡാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിപ്പോൾ 24 മണിക്കൂർ ഓപ്പൺ ചെയ്തിട്ടേക്കുന്നുണ്ട്. വളരെയധികം ആൾക്കാരും വാഹനവും കൊണ്ട് വളരെ ഭംഗിയുള്ള റോഡാണ്. മാനവികം നടത്തിലായിരിക്കണം. അങ്ങനെ ഞങ്ങൾ കനകക്കുന്ന് എത്താറായി. ജനറൽ ഹോസ്പിറ്റലിന്റെ അടുത്ത മിനിയുടെ കണ്ണാടിക്കട. ഞങ്ങൾ മ്യൂസിയം കഴിയാറായി. കുട്ടികളുടെ പാർക്ക് ഇടത്ത് സൈഡ് കാണുന്നത്. ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. ചെയ്യാതെ PMG കൂടെ ക്രോസ് ആയിട്ട് ഞങ്ങള് ജനറൽ ഹോസ്പിറ്റലിന്റെ അടുത്ത് പോകുക. അതാ ഈ വഴി വരുന്നത്. ഇത് മസ്കറ്റ് ഹോട്ടലാണ് നമ്മൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത്. നമ്മളിങ്ങി PMGയിൽ എത്തിച്ചേർന്നു. PMG ഇവിടെ സിഗ്നൽ പാർക്ക് ചെയ്തു. ഞങ്ങൾ ലോ കോളേജ് ജംഗ്ഷനിൽ എത്തി. ഇവിടെ നിന്ന് ഞങ്ങൾ തിരിയും. ഇവിടെ ഞങ്ങൾ ഇടത്തോട്ട് തിരിഞ്ഞ് ഈ വഴി ഞങ്ങൾ PMG കഴിഞ്ഞു, ലോ കോളേജ് കഴിഞ്ഞു. ഇനി ഞങ്ങൾ അടുത്തത് കുന്നുകുഴി റോഡ് വഴി ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷനിലോട്ട് കയറും. ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ ഹോളി ഏഞ്ചൽ സ്കൂളിനും അടുത്തായിട്ടാണ് ഫീനിക്സ് ഓപ്റ്റിക്കൽ എന്ന് പറയുന്ന മിനിയുടെ ഓപ്റ്റിക്കൽ ഷോപ്പ്. നമ്മൾ മിനിയുടെ കടയുടെ അടുത്തെത്തി. ഇവിടെ എല്ലാം ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷനായത്. ഇവിടെ കഴിഞ്ഞ് ഇടത്തോട്ട് പോകുമ്പോൾ അവിടെ മുന്നേ കാണാൻ ചോദിച്ചാ അല്ലെ, ഇതാണ് ഫീനിക്സ് ഓപ്റ്റിക്കൽ. കണ്ട, ഇതാണ് മിനിയുടെ ഫീനിക്സ് ഓപ്റ്റിക്കൽ. എൻ്റെ ഫ്രണ്ടിൻ്റെ കടയാ. ഇപ്പോഴത്തെ ഒരു വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ച് വന്നതാ. അങ്ങനെ ഞാൻ മിനിയുടെ കടലിലോട്ട് പോവാം. മിനി അറിഞ്ഞിട്ടില്ല ഞാൻ മിനിയുടെ കടയിലോട്ട് പോവാം. അങ്ങനെ മിനിയായത് മിനി അറിഞ്ഞിട്ടില്ല ഞാൻ ഇവിടെ പോവാം. ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞിട്ടില്ല ഷോപ്പ്. അങ്ങനെ ഇവിടുത്തെ ഒരു വീഡിയോ എടുത്ത് ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ഇവിടെ വന്നു. ഞാൻ ഇവിടുത്തെ റഷ് കഴിയട്ടെന്ന് വെച്ചാൽ രാത്രിയിൽ വൈകുന്നേരം വന്നതാണ്. അതുകൊണ്ട് മിനി താമസിച്ച് രീതിയിലുള്ള ഫ്രെയിമും സൺഗ്ലാസ് എന്ത് വേണമെങ്കിലും ഇവിടെ കിട്ടും. ഒരു 10-30 വർഷം കൊണ്ട് ഈ ഓപ്റ്റിക്കൽ ഇവിടെ തന്നെ പ്രവർത്തിക്കുന്നു.
നല്ല നല്ല സൺ ഗ്ലാസ്സുകൾ വേണമെങ്കിൽ ഇവിടെ കിട്ടും. ഏത് രീതിയിലുള്ള ഫ്രെയിമൊന്ന് വേണമെങ്കിൽ നമുക്കിവിടെ ഒന്ന് വാങ്ങിക്കാൻ പറ്റുന്നതായിരിക്കും. ഇവിടെ നമുക്ക് കണ്ണാടി എടുക്കാൻ വരുമ്പോൾ കണ്ണ് ടെസ്റ്റ് ചെയ്തിട്ട് അതിനുള്ള എല്ലാ സജ്ജീകരണവും ഇവിടെ ഉണ്ട്. കണ്ണാടി എടുക്കാനായിട്ട് ഇനി വന്നാൽ മതി. ഇത് ജനറൽ ഹോസ്പിറ്റൽ കണ്ണാടി ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് ഈ ഷോപ്പ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കണ്ണ് ടെസ്റ്റ് ചെയ്ത് നമുക്ക് വേണ്ട പവർ അനുസരിച്ചുള്ള കണ്ണാടി എടുക്കാം. നീയാണ് ഇതിൻ്റെ ഓണർ. ഇവിടെ കണ്ണാടി എടുക്കണമെങ്കിൽ വന്നാൽ മതി. കണ്ണ് ടെസ്റ്റ് ചെയ്ത് നമുക്കിഷ്ടമുള്ള ഫ്രെയിം കണ്ടിട്ട് അതിനനുസരിച്ച് കണ്ണാടി എടുത്തുകൊണ്ട് പോകാം. എല്ലാ ടൈപ്പ് കണ്ണാടികളും എല്ലാ വെറൈറ്റി കണ്ണാടികളും ഇവിടെ കിട്ടുന്നതായിരിക്കും. പല വെറൈറ്റിയിലുള്ള സൺ ഗ്ലാസ്സുകളും ഈ ഷോപ്പിൽ നമുക്ക് വാങ്ങാൻ കഴിയുന്നതാണ്. നല്ല നല്ല കമ്പനികളുടെ സൺഗ്ലാസും ഫ്രെയിമും വെയ്റ്റ്ലെസ് ഗ്ലാസും എല്ലാം നമുക്ക് ഈ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാം. ഈ ഷോപ്പിനെ പറ്റി അറിയാനുള്ള ടെലിഫോൺ നമ്പർ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഇട്ടേക്കാം. അത് നോക്കി നിങ്ങൾ ഫോൺ നമ്പർ എടുത്തിട്ട് വിളിച്ചിട്ട് ചെല്ലുകയാണെങ്കിൽ അതിൻ്റെ ഓണർ ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉള്ള ഗ്ലാസ്സുകൾ വാങ്ങാൻ സ്റ്റാഫിനെ അവിടെ ഏർപ്പെടുത്തും. വൈകിട്ട് വന്നത് ആൾക്കാരില്ലാതെ വീഡിയോ എടുക്കാൻ വേണ്ടിയാണ്. പകൽ സമയത്ത് ജനറൽ ഹോസ്പിറ്റലിൽ നിന്നും കണ്ണാശുപത്രിയിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ കാണും. അപ്പോൾ നമുക്ക് ഇതുപോലെ വീഡിയോ പിടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ സമയത്ത് വന്നത്. പകൽ സമയത്ത് വന്നാൽ ഇവിടെ ഭയങ്കര റഷായിരിക്കും. ഇതിൻ്റെ ഓണർ നല്ല പൈ. പക്ഷെ ഇതെനിക്ക് നല്ല ഇഷ്ടം.
ഇവിടുത്തെ കണ്ണാടി വെച്ചെങ്കിലേ ഇവർക്കൊക്കെ തൃപ്തിയാവത്തുള്ളെന്ന് പറഞ്ഞുകൊണ്ട് ആ കസ്റ്റമർ പോകുന്നത്. വേണ്ട, എല്ലാവർക്കും ഇവിടുത്തെ കണ്ണാടി ഭയങ്കര ഇഷ്ടമാണ്. ആ വന്ന കസ്റ്റമർ പറയുക ഇവിടുത്തെ കണ്ണാടിയെ ഇഷ്ടമെന്ന്. അത്രയ്ക്ക് നല്ല കണ്ണാടികളാണ് നമുക്കിവിടെ കിട്ടുന്നത്. എടുക്കണില്ല. അതെ, ഇപ്പം ഞാൻ വാങ്ങിച്ച കണ്ണാടിയാണ് എടുക്കാൻ പോവാം. നിങ്ങൾ ഇതുപോലെ ഇവിടെ വന്ന് താല്പര്യമുള്ള കണ്ണാടിയാണെന്ന് വെച്ചാൽ എല്ലാ ഫ്രെയിമുകളോടെ കിട്ടും. ഏത് ഫ്രെയിമിലാണെന്ന് പറഞ്ഞ് മിനിയാണ് ഇതിൻ്റെ ഉടമ. ഞാൻ കണ്ണ് ടെസ്റ്റ് ചെയ്യാനൊന്നും പോകാറില്ല. ഇന്ന് എടുത്ത കണ്ണാടിയായത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വൈകുന്നേരം വന്നത് എന്ന് വെച്ചാൽ ഇവിടെ തിരക്കില്ലാതെ വന്ന് ഒരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യണം എന്ന് വെച്ചാണ് ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അതൊക്കെ ഇഷ്ടമുള്ള ഫ്രെയിം മാറി മാറി നമുക്ക് വെച്ച് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫ്രെയിം ഇത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇഷ്ടമുള്ള കണ്ണാടി വാങ്ങിക്കാം. പല പല ഫ്രെയിമും എല്ലാ രീതിയിലുള്ള വില കൂടിയ ഫ്രെയിമുണ്ട്, വില കൂടിയ ഫ്രെയിമും ലെൻസും ഉണ്ട്. അതേപോലെ ഏറ്റവും വില കുറഞ്ഞ ഫ്രെയിമും ലെൻസും. 2 കണ്ണാടി ഞങ്ങൾ സെലക്ട് ചെയ്തു. ഓക്കെ, താങ്ക് യു. പിന്നീട് കടയിൽ വർഷങ്ങളോളം ഞാൻ വന്ന് കണ്ണാടി സെലക്ട് ചെയ്തെടുത്തു. ഞാൻ കണ്ണ് ടെസ്റ്റ് ചെയ്യാനൊന്നും പോകാറില്ല. ഇന്ന് എടുത്ത കണ്ണാടിയായത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വൈകുന്നേരം വന്നത് എന്ന് വെച്ചാൽ ഇവിടെ തിരക്കില്ലാതെ വന്ന് ഒരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യണം എന്ന് വെച്ചാണ് ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഇതാണ് മിനിക്കുട്ടി. ഈ സ്ഥാപനത്തിൽ ഇറങ്ങാം. ഞങ്ങൾ ഫാമിലി ഫ്രണ്ട്സാണ്. എൻ്റെ അപ്പോൾ ഇവിടെ വന്ന് എല്ലാവരും കണ്ണാടി വാങ്ങിക്കുക, ഉപയോഗിക്കുക. അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഉടനെ എത്തുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ എത്തുന്നതായിരിക്കും. ഓക്കെ, ഇപ്പം ഞാൻ ഇവിടുത്തെ വീഡിയോ എടുത്തു അപ്ലോഡ് ചെയ്യാൻ ഞാൻ ഇനി എൻ്റെ വീട്ടിലോട്ട് പോകാം. ഓക്കെ വിനി, ബൈ ബൈ. ഓക്കെ, സ്ഥാപക ഹസ്ബൻഡുണ്ട്, വന്നില്ല. വേറെ ഷോപ്പും ഉണ്ട് എനിക്ക്, വട്ടിയൂർക്കാവ്. എവിടെ വേണമെങ്കിലും നമുക്ക് പോയി കണ്ണാടികൾ ഇഷ്ടമുള്ളത് തന്നെ എടുക്കാം. ഇവിടുത്തെ വീഡിയോ എടുത്ത് നീ അപ്ലോഡ് ചെയ്യാൻ ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകാൻ പോകുന്നു. ഞാൻ വീട്ടിലോട്ട് പോകുന്നു. കാറിൽ കയറുക. മിന്നിയുടെ കടയിൽ കണ്ണാടി വാങ്ങിച്ചു, ഒരു വീഡിയോ എടുത്തു. ഇനി ഇത് അപ്ലോഡ് ചെയ്യണം, വീട്ടിലോട്ട് പോവാം. ഓക്കെ, ബൈ ബൈ.